ഇപ്പോൾ ആർഷോ തത്സമയം ചേരുകയാണ്. വസീഫ, ഞാൻ അതുകൊണ്ട് ആർഷോയിലേക്ക് ഒന്ന് പോകുന്നു. ആർഷോ, പറയൂ, ബാനർ അഴിപ്പിക്കുന്നത് കണ്ടു ഗവർണർ. കഴിഞ്ഞ ദിവസം SFI തീർത്ത പ്രതിഷേധത്തിനിടയിൽ 613 പോലീസുകാരുടെ സുരക്ഷയിൽ ക്യാമ്പസിനകത്തേക്ക് കയറിയ ശേഷമാണ് എവിടെ പ്രതിഷേധമെന്ന് ഗവർണർ പരിഹസിച്ചത്. ഒരുപക്ഷെ ഇന്നിപ്പോൾ ഗവർണർ ആ പ്രതിഷേധം കണ്ടിട്ടുണ്ടാകണം. പക്ഷേ അതിന് പിന്നാലെ ഗവർണർ ക്യാമ്പസിൽ നിന്നും ബാനർ അഴിപ്പിക്കുന്നതോടുകൂടി SFIയുടെ എല്ലാ പ്രതിഷേധവും അവസാനിക്കുമെന്ന് അദ്ദേഹം കരുതിയിട്ടുണ്ടാകണം. എന്താണ് SFIയുടെ തീരുമാനം? ഞങ്ങൾ ഈ സമരത്തിന് ഇറങ്ങിയിട്ടുള്ളത് കൃത്യമായ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി ഈ സംഘപരിവാര കേന്ദ്രങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ സർവകലാശാലകളെ തകർക്കുന്നതിന് വേണ്ടിയും സർവകലാശാലകളെ സംഘപരിവാർവൽക്കരിക്കുന്നതിന് വേണ്ടിയും. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കേരള സർവകലാശാലയിലും അതേപോലെ തന്നെ കാലിക്കറ്റ് സർവകലാശാലയുടെയും സെനറ്റിലേക്ക് RSSന്റെ നേതാക്കന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് RSS പ്രതിനിധികളെ സെനറ്റിലേക്ക് എല്ലാ ചട്ടങ്ങളെയും മാനദണ്ഡങ്ങളെയും മറികടന്നുകൊണ്ട് തിരികെ കയറ്റുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ. ആ ശ്രമങ്ങളുടെ തുടർച്ചയിലാണ് അതിനെതിരായിട്ടുള്ള ശക്തമായ ഈ നാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ, ഈ നാട്ടിലെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ മുഴുവൻ പ്രതിഷേധം ഏറ്റെടുത്തുകൊണ്ട് സന്ധിയില്ലാത്ത സമരത്തിന് SFI നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്ത സമരവുമായി SFI മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമരത്തിന്റെ ആരംഭം മുതൽ ഈ ഘട്ടം വരെ ഏറ്റവും ജനാധിപത്യപരമായിട്ടാണ് SFI ഈ സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾ ഈ ഘട്ടത്തിലും ആഗ്രഹിക്കുന്നത് ഏറ്റവും ജനാധിപത്യപരമായി തന്നെ SFIയുടെ പ്രതിഷേധം, നമ്മുടെ സർവകലാശാലകളെ സംരക്ഷിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള സമരം ജനാധിപത്യപരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഈ ഘട്ടം വരെ ഞങ്ങൾ ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ എല്ലാ ജനാധിപത്യ അന്തരീക്ഷങ്ങളും തകർക്കുന്നതിന് വേണ്ടി, ഈ നാട്ടിലെ ക്രമസമാധാന നിലയാകെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളാണ് കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലറുടെ നേതൃത്വത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിരന്തരം വിദ്യാർത്ഥികൾക്കു നേരെ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ വിവിധ ക്യാമ്പസുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ ആവർത്തിച്ച് ഇദ്ദേഹം അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്രിമിനലുകൾ എന്നുള്ള നിലക്കാണ്. ന്യായമായ ജനാധിപത്യപരമായ സമരത്തിന് നേരെ എങ്ങനെ ഒരു തേർഡ് റേറ്റ് ക്രിമിനലിന്റെ, ഒരു ഗുണ്ടാ തലവന്റെ നിലവാരത്തിൽ തെരുവിലേക്ക് ഇറങ്ങിക്കൊണ്ട് കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ പെരുമാറുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നിപ്പോ സർവകലാശാലയിൽ രാവിലെ മുതൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ ഈ ക്യാമ്പസിനകത്ത് വിവിധ ബാനറുകൾ ഉയർത്തിയിട്ടുണ്ട്, വിവിധ പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ട്, വിവിധ തരത്തിലുള്ള ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനകത്തൊക്കെ SFI ഉയർത്തിയിട്ടുള്ളത് രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളാണ്. നമുക്കറിയാം, നമ്മുടെ ക്യാമ്പസുകൾ എല്ലാ കാലഘട്ടത്തിലും രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ക്യാമ്പസുകളാണ്. രാജ്യത്ത്, ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അനീതികൾക്കെതിരെ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ബാനറുകളും പോസ്റ്ററുകളും ക്യാമ്പസിന്റെ ഇടനാഴികളിലും ചുമരുകളിലും ഉണ്ടാകും. ഇപ്പോൾ ഈ ക്യാമ്പസിനകത്തേക്ക് കടന്നു വന്നാൽ ഇവിടെ SFIയുടെ മാത്രമല്ല ഇതര വിദ്യാർത്ഥി സംഘടനകളുടെയൊക്കെ പോസ്റ്ററുകളും ബാനറുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. SFIയുടെ തന്നെ വിവിധ വിഷയങ്ങളില്ല, പാലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് സമകാലിക ഇന്ത്യക്കകത്ത് നിലനിൽക്കുന്ന, ലോകത്തിനകത്ത് നിലനിൽക്കുന്ന വിവിധ വിഷയങ്ങളിലെ ബാനറുകൾ, പ്രതികരണങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എന്നാൽ അതിൽ ചില ബാനറുകൾ, സംഘപരിവാറിനെതിരായിട്ടുള്ള ബാനറുകൾ, നിലവിൽ ചാൻസലർ എടുത്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾക്കെതിരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ പ്രതികരണങ്ങൾ, ഇവയെല്ലാം തന്നെ വല്ലാതെ ചാൻസലറിൽ ഭീതി ജനിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. അദ്ദേഹം ഇന്ന് രാവിലെ മുതൽ പ്രകോപിതനായിക്കൊണ്ടിരിക്കുകയാണ് ഈ ബാനറുകളിലെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളെ കണ്ടുകൊണ്ട്. ആ ബാനറുകൾ ഈ ദിവസങ്ങളിലെല്ലാം, ഇന്നലെയും ഇന്നുമായി കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മുദ്രാവാക്യങ്ങളാണ് ആ ബാനറിനകത്തുള്ളത്. സഭ്യതയുടെ അതിർവരമ്പുകൾ എവിടെയും ഞങ്ങൾ ആ ബാനറിലെ ഒരക്ഷരത്തിൽ പോലും ലംഘിച്ചിട്ടില്ല. ഞങ്ങൾ ഉയർത്തിയത് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടും രാഷ്ട്രീയ ചോദ്യങ്ങളുമാണ്. എന്നാൽ അത് അദ്ദേഹത്തെ വല്ലാതെ ഭയപ്പെടുത്തുന്നു, അത് അദ്ദേഹത്തെ വല്ലാതെ പ്രകോപിതനാക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് 2 തവണ പ്രോട്ടോകോളുകളെല്ലാം ലംഘിച്ച് അദ്ദേഹം സർവകലാശാലയുടെ നിരത്തിലേക്ക് ഇറങ്ങി പോലീസിന് നേരെ കയർക്കുന്ന സാഹചര്യം ഉണ്ടായത്. എത്ര മോശമായിട്ടുള്ള നിലയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത അതേ പദാവലികളുമായി ഇന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ SP ഉൾപ്പെടെ അങ്ങേയറ്റം അശ്ലീലമായ നിലയിലുള്ള പദപ്രയോഗങ്ങളുമായി അദ്ദേഹം അഭിസംബോധന ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇവിടെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇവിടെ പോലീസ് സംവിധാനങ്ങൾ എത്തിയിട്ടുള്ളത് അദ്ദേഹം ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് ആവശ്യമായ സുരക്ഷയൊരുക്കുന്നതിന് വേണ്ടിയാണ്. പോലീസുകാരെ സംബന്ധിച്ച് സുരക്ഷയൊരുക്കുക എന്ന അവരുടെ ഡ്യൂട്ടി നിർവഹിക്കുന്നതിന് വേണ്ടി വന്ന പോലീസുകാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു തരത്തിലും നിയമപരമല്ലാത്ത നിലയിൽ അദ്ദേഹം ബാനർ അടിപ്പിക്കുന്നതിനും അദ്ദേഹത്തിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനു വേണ്ടി ഇവിടുത്തെ നിയമപാലകരെ അടക്കം ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ചാൻസലർ ഉപയോഗിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അങ്ങനെയാണ് ഇന്നിപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് SFIയുടെ 3 ബാനറുകൾ
അഴിപ്പിക്കുന്ന സമീപനം ഉണ്ടായിട്ടുള്ളത്. ഇതിനെതിരെ ജനാധിപത്യപരമായി തന്നെ പ്രതികരിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഇന്ന് ക്യാമ്പസിനകത്ത് വിവിധങ്ങളായിട്ടുള്ള ബാനറുകൾ ഈ രാത്രിയിൽ ഉയർത്തുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് നൂറുകണക്കിന് ബാനറുകൾ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൻ്റെ വിവിധ കോണുകളിൽ ഞങ്ങൾ ഉയർത്തും. ആ ബാനറുകളിൽ അത്രയും രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളായിരിക്കും. നമ്മുടെ ക്യാമ്പസുകളെ സംഘപരിവാർ വിമുക്തമായി നിലനിർത്തണം എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ തീരുമാനമാണ്, അക്കാദമിക ലോകത്തിൻ്റെ തീരുമാനമാണ്. ആ തീരുമാനം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഞങ്ങൾ ആവർത്തിച്ചുയർത്തിക്കൊണ്ടേയിരിക്കും. ശരി.